ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ചൂട് കാലത്ത് എപ്പോഴും നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പോൾ നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള മിൻറ്റ് കൂളറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. എന്നാൽ ശരി, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്, അതും അല്ലെങ്കിൽ ബേസിൽ സീഡ് കേട്ടോ. ഇവിടെ KSAയിൽ കസ്കസ് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബേസിൽ സീഡ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 10 to 15 മിനിറ്റ്സിൽ ഇത് റെഡിയായി കിട്ടും. ഇതൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മുടെ കൂളറിന് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് പുതിന. അപ്പോൾ അത് കുറച്ച് വേണം. ശേഷം പിന്നെ വേണ്ടത് നാരങ്ങയാണ്. നാരങ്ങ ഈ ഒരു വലുപ്പത്തിലുള്ള 3 നാരങ്ങയാണ് ഞാൻ എടുക്കുന്നത്. കാരണം വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 വരെ എടുക്കേണ്ടി വരും കേട്ടോ. ശേഷം ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. കുറച്ച് പുളിയൊക്കെ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ചും കൂടെ കൂടുതലായിട്ട് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഒട്ടും കുരു ഇടാൻ പാടില്ല. കുരുല്ലാതെ വേണം നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കാൻ കേട്ടോ. അടുത്തതായിട്ട് വേണ്ടത് ഈ ഒരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിൻ്റെയൊക്കെ അളവ് അവനവനക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ ഇഞ്ചി എടുക്കുന്നത്. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടി പുതിനയാണ്. ഒരു പിടി നിറയെ പുതിനയൊന്ന് ഇട്ട് കൊടുക്കുക. പുതിനൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാവും. ഓവറായിട്ട് ഇങ്ങനെ മധുരം വേണ്ട, ഇത്രയും മതി കേട്ടോ. ഇത് കറക്റ്റ് മധുരമാണ്. ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ ഞാൻ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് വേണം ഇതുപോലൊരു സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ. ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 2 ലെമൺ സ്ലൈസ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു പുതിനയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ഗ്ലാസ്സിലും ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ കസ്കസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസ്കസ് ആഡ് ചെയ്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ കഴിക്കാനൊക്കെ കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമൺ സ്ലൈസ് വേറെ ഗ്ലാസ്സാണ് കേട്ടോ. ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമൺ സ്ലൈസും ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. മാത്രമല്ല ഇത് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു കൂളറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ.